ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആനുവൽ എക്സാം ടൈം ടേബിളാണ്. 5ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം ടൈം ടേബിളാണ് ഇന്ന് വിശദമായിട്ട് നോക്കുന്നത്. അതേപോലെ എക്സാമുമായി ബന്ധപ്പെട്ട ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഈ ഓൺലൈൻ ക്ലാസ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാം ആദ്യത്തെ എക്സാം തുടങ്ങുന്നത് മാർച്ച് 5-നാണ്. ഓക്കെ, അത് അറ്റാച്ച്ഡ് LP UP വിഭാഗത്തിനാണ്. ഇൻഡിപെൻഡൻറ്റ് LP UPക്ക് മാർച്ച് 18-നാണ് തുടങ്ങുക. അപ്പോൾ അതറിയാലോ, സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന LP UP മാത്രമുള്ള സ്കൂളുകൾക്ക് മാർച്ച് 18-നാണ്. ഇത് ഹൈസ്കൂളിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകൾക്കാണ് മാർച്ച് 5-ന് എക്സാം തുടങ്ങുന്നത്. അപ്പോൾ മാർച്ച് 5-ന് ആദ്യത്തെ എക്സാം ഇംഗ്ലീഷാണ്. 1:30 മുതൽ 3:45 വരെയാണ് സമയം. അപ്പോൾ ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും 5ാമത്തെ യൂണിറ്റാണ് നമ്മൾ 3rd ടേമിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഫസ്റ്റ് ടേമെന്നും സെക്കൻഡ് ടേമെന്നും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതും പഠിക്കണം. അതിൻ്റെ കൂടെ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് പറയുകയാണെന്ന് വെച്ചാൽ 5ാമത്തെ യൂണിറ്റ് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ, അതിൽ 3 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു സ്റ്റോറി ഉണ്ട്, ഒരു പോയമുണ്ട്, ടോട്ടോ ചാൻ്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ഉണ്ട്, പിന്നെ റിക്കി ടിക്കി താവിയുടെ ഒരു സ്റ്റോറി ഉണ്ട്, ബെഡ് ഇൻ സമ്മർ എന്ന പോയമുണ്ട്. അപ്പോൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി അടുത്ത് വരുന്ന എക്സാം എന്താണ്? പിന്നെ നമുക്ക് 5ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 7ാം തീയതിയാണ്. മാർച്ച് 7-നാണ് 5ാം ക്ലാസ്സിൻ്റെ എക്സാം വരുന്നത്. അത് മലയാളം, അറബിക്ക്, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു. ഓക്കെ, അപ്പോൾ മലയാളം കേരള പാഠാവലി, അതേപോലെ അറബിക്ക്, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു എന്നിവ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തവർക്കൊക്കെ അന്നാണ് എക്സാം. അപ്പോൾ മാർച്ച് 7 വ്യാഴം 1:30 മുതൽ 3:45 വരെയാണ്. ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് എക്സാം. അപ്പം മലയാളമാണ്. കേരള പാഠാവലി നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും പഠിക്കണം. എന്നാലും കേരള പാഠാവലി യൂണിറ്റ് 4 കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. നമുക്കറിയാം വള്ളി, അതേപോലെ തന്നെ പ്രകൃതി പാഠം തുടങ്ങിയ ചാപ്റ്റേഴ്സൊക്കെ അതിന് കൂടുതൽ തനിമയുടെ പൊലിമ ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത എക്സാം വരുന്നത് 14-ാം തീയതിയാണ്. ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്, ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. അതായത് ഒരു വ്യാഴാഴ്ച കഴിഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ചയാണ് നമ്മുടെ മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലി വരുന്നത്. അപ്പോൾ ഒരുപാട് സമയമുണ്ട് കൂട്ടുകാർക്ക് പഠിക്കാൻ. അപ്പോൾ മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലി 3ാമത്തെ യൂണിറ്റിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. എന്നാൽ ഫസ്റ്റും സെക്കൻഡ് ടേമും മുഴുവൻ പഠിച്ചിരിക്കണം. ഓക്കെ, നിറഭേദങ്ങൾ എന്ന യൂണിറ്റിൽ നമുക്കറിയാം മഴവില്ല് വരയ്ക്കുന്നവർ, അതേപോലെ തന്നെ മഴവില്ല് വരയ്ക്കുന്നവർ, വിഷുക്കണി ഒക്കെ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിലുള്ളതാണ്. അതേപോലെ എങ്ങ് പോയി പി കുഞ്ഞിരാമൻ നായരുടെ എങ്ങ് പോയി എന്ന പാഠഭാഗമൊക്കെ ലാസ്റ്റ് യൂണിറ്റിൽ വരുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അടിസ്ഥാന പാഠാവലിയുമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. പിന്നെ നമുക്ക് വരുന്നത് എക്സാം 16-ാം തീയതിയാണ്. മാർച്ച് 16 ശനിയാഴ്ചയാണ് കേട്ടോ. ശനിയാഴ്ചയാണ് എക്സാം വരുന്നത്. ഉച്ച സമയത്ത് തന്നെയാണ്. 1:30 മുതൽ 3:45 വരെ. എക്സാം ഏതാണ്? സാമൂഹ്യശാസ്ത്രം, സോഷ്യൽ സയൻസ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് മാർച്ച് 19 ചൊവ്വാഴ്ച. ഓക്കെ, മാർച്ച് 19 ചൊവ്വാഴ്ചയാണ് എക്സാം വരുന്നത്. ബേസിക് സയൻസ്, അടിസ്ഥാന ശാസ്ത്രമാണ് എക്സാം. പിന്നെ വരുന്നത് 21-ാം തീയതിയാണ്. അതായത് ചൊവ്വാഴ്ച നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ് എക്സാം കഴിഞ്ഞു. പിന്നെ 21-ാം തീയതി ഗണിതം. ഓക്കെ, 21-ാം തീയതി മാത്സ് എക്സാമാണ്. ഉച്ചയ്ക്ക് തന്നെയാണ്. 1:30 മുതൽ 3:45 വരെയാണ് എക്സാം. പിന്നെ വരുന്നത് ശനിയാഴ്ചയാണ്. 23-ാം തീയതി ശനിയാഴ്ച ഏതാണ് എക്സാം വരുന്നത്? ഹിന്ദിയാണ് എക്സാം വരുന്നത്. പിന്നെ ലാസ്റ്റ് എക്സാം 26-ാം തീയതി, മാർച്ച് 26-നാണ് നമ്മുടെ ലാസ്റ്റ് എക്സാം. ഈ വർഷത്തെ നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ ലാസ്റ്റ് എക്സാം മാർച്ച് 26-നാണ്, ചൊവ്വാഴ്ചയാണ്. പ്രവൃത്തി, ആരോഗ്യ, കായിക വിദ്യാഭ്യാസം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈം ടേബിളിൻ്റെ വിശദമായിട്ടുള്ള ഒരു ടൈം ടേബിൾ. അപ്പോൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാം 5-ാം തീയതിയും 7-ാം തീയതിയും ഇംഗ്ലീഷും മലയാളം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. മലയാളം സെക്കൻഡ്, സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, മാത്സ്, ഹിന്ദി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ അത്ര സമയം പോരാ. എന്നാലും നിങ്ങൾ കൂടുതൽ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.